വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏതാണ്ട് ഉച്ചവരെ 1 മണിയാവും. അങ്ങനെ എണീറ്റൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാത്രിയിലത്തേക്കുള്ള ചിക്കൻ പ്രിപ്പയർ ചെയ്യണം. ചിക്കനകത്ത് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് അതിനങ്ങ് ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ട് വഫയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കെട്ടി ഇറങ്ങി. അങ്ങനെ വഫയിലെത്തി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയും തിരിഞ്ഞൊക്കെ നടന്നിട്ട് ഒരു കുക്കർ അങ്ങനെ അതും വാങ്ങി നിൽക്കുമ്പോഴാണ് രാത്രിയിലത്തേക്ക് ചിക്കൻ്റെ ടച്ചിങ്സ് ആയിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണ്ടതെന്ന് വെച്ചിട്ട് നേരെ പോയിട്ട് നമ്മളെ നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു കുബൂസ് നമ്മുടെ വഫയിലും അതേപോലെ നെസ്റ്റോയിലും കിട്ടും. അങ്ങനെ അതും വാങ്ങി ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ പോയത് 5 റിയാൽ കടയിലാണ്. തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫാമിലീസ് ഒക്കെ ആയിട്ട് നിൽക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിനെ പെട്ടെന്ന് കൊണ്ടുവരാൻ നിൽക്കുമ്പോഴും ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും നമുക്ക് ആ 5 റിയാൽ കടയിൽ ആഴ്ച അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ്. ഒരുവിധപ്പെട്ട എല്ലാ സാധനവും നമുക്ക് അവിടുന്ന് ചെറിയ വിലക്ക് കിട്ടും. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ലേ പോലും ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സും. ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടോ, ഡെക്കറേഷനൊക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും. വാങ്ങുന്നുണ്ട് തന്നെ. ഈ മിററൊക്കെ എപ്പോൾ അവിടെ കണ്ടാലും എനിക്കിങ്ങനെ വീഡിയോ എടുക്കണം. നിന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഒരു ദിവസം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ മാൽബറീസിൽ പോയി ഒരു ലൈമും പറഞ്ഞ് അതുപോലെ പുള്ളിക്കാരനൊരു ചായയും പറഞ്ഞ് ഞങ്ങളെ കാക്ക ഞങ്ങൾക്ക് അവിടെ പരിപ്പോടെ മാറ്റി വെക്കുന്നുണ്ടാവും. അതും വാങ്ങിച്ച് കഴിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളെ ചിക്കനെ നേരെ ഓവനിക്കും കയറ്റി നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് കൊണ്ടുപോകുന്ന അത്ര ഇഷ്ടമൊന്നുമല്ലേലും പിന്നെ എളുപ്പപ്പണിയാണ്. ഫ്രിഡ്ജിക്ക് കയറ്റി വെച്ച് രാവിലെ അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. അതുപോലെ എൻ്റെ ഒരു സ്പെഷ്യൽ മസാലയിൽ ആ പെരി ചിക്കനെ ഒന്ന് സെറ്റ് നമ്മുടെ ഹാഫ് ബോയിലില്ലേ ബുൾസൈ അത് വെച്ചിട്ടുള്ള മയോണൈസും അടിച്ചിട്ട് അതും കഴിച്ചിട്ട് സുഖമായിട്ട് കയറി കിടന്നുറങ്ങും. ഇനിയിപ്പോൾ നാളെ എണീറ്റ് ജോലിക്ക് പോകണ്ടേ. മൂടുപോയി.